Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, today we can continue our essay Dangers of Drug Abuse and take page number 122. Okay, the last paragraph. Essential drugs affect the chemistry of the brain cells. Cell function is carried out by thousands of enzymes acting within each cell. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് എസെൻഷ്യൽ ഡ്രഗ്സിൻ്റെ യൂസേജ്, അതിന് അഡിക്റ്റ് ആകുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ, അതുപോലെ ബ്രെയിനിൽ സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈവൻ മരണത്തിന് വരെ അതിൻ്റെ അവസാനം എന്തായിരിക്കും, മരണമാണ് എന്നുള്ളതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് എസെൻഷ്യൽ ഡ്രഗ്സ് അഫക്ട്സ് ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽസ്. എസെൻഷ്യൽ ഡ്രഗ്സ് എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ബാധിക്കുന്നത്? ദ കെമിസ്ട്രി ഓഫ് ദ ബ്രെയിൻ സെൽസ്, ബ്രെയിൻ സെല്ലിൻ്റെ കെമിസ്ട്രിയിലാണ് ബാധിക്കുന്നത്. സെൽ ഫങ്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് ബൈ തൗസൻഡ്സ് ഓഫ് എൻസൈംസ്. ഇനി നമുക്കറിയാം, ഒരു സെൽ എന്ന് പറയുന്നത്, ഒരു സെല്ലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്, അതിൽ ആയിരക്കണക്കിന് എൻസൈമുകളുടെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആക്ടിങ് വിത്ത് ഈച്ച് സെൽ, ഓരോ സെല്ലിലും ആയിരക്കണക്കിന് എൻസൈമുകളുടെ പ്രവർത്തനം നടന്നിരിക്കുന്നു. ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സെൽ കെമിസ്ട്രി ആഡ്സ് അപ്പ്, ദ സെൽ ഐദർ റീഇൻഫോഴ്സസ് ഓർ ഷിഫ്റ്റ് ദ ഡോമിനൻസ് ഓഫ് സെൽസ് പാത്വേസ് ആൻഡ് ഹൂക്കപ്സ്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദ സെൽ കെമിസ്ട്രി ആഡ്സ് അപ്പ്, ഇനി എങ്ങനെയാണ് നമ്മുടെ സെല്ലിൻ്റെ കെമിസ്ട്രി, രസതന്ത്രം നിലനിൽക്കുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അത് സെൽ ഐദർ റീഇൻഫോഴ്സസ്, ഒന്നുകിൽ എന്ത് ചെയ്യും, വീണ്ടും സെല്ല് റീഇൻഫോഴ്സസ് ചെയ്യും, അല്ലെങ്കിൽ ഷിഫ്റ്റ് ദ ഡോമിനൻസ് ഓഫ് ദ പാത്വേസ് ആൻഡ് ഹൂക്കപ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഈച്ച് എക്സ്പോഷർ ഓഫ് ദ സെൽസ് ടു സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് സം ഹൗ ആൾട്ടേഴ്സ് ദെയർ കെമിസ്ട്രി. അപ്പോൾ നമുക്കറിയാം, ഒരു കോശം നശിച്ചു കഴിഞ്ഞാൽ പുതിയ കോശം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ സെല്ലിൻ്റെയും കെമിസ്ട്രിക്ക് അനുസരിച്ച് ഷിഫ്റ്റ്സ് ദ ഡോമിനൻസ് ഓഫ് ദ സെൽസ്. ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ മുന്നിട്ട് നിൽക്കുന്ന പാത്വേസ് ആൻഡ് ഹൂക്കപ്സ്. അപ്പോൾ ദെൻ ഈച്ച് എക്സ്പോഷർ ഓഫ് ദ സെൽ, ഓരോ സെല്ലിലുണ്ടാകുന്ന ഓരോ എക്സ്പോഷറും ടു സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് സം ഹൗ ആൾട്ടേഴ്സ് ദെയർ കെമിസ്ട്രി. സൈക്കോ ആക്റ്റീവ് ഡ്രഗ്സ് സം ഹൗ ആൾട്ടേഴ്സ് ദെയർ കെമിസ്ട്രി. അപ്പോൾ അവർക്ക് ആ കെമിസ്ട്രിയിൽ, ആ രസതന്ത്രത്തിൽ, ആ സെല്ലിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള കെമിസ്ട്രിയിൽ എന്ത് ചെയ്യുന്നു, മാറ്റങ്ങൾ, ചേഞ്ചസ് ഉണ്ടാക്കുന്നു. ദെൻ ടോക്സിക് കെമിക്കൽസ് ക്യാൻ ഈസിലി അപ്സെറ്റ് ദ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ് ഓഫ് ദ ബ്രെയിൻസ് ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ടോക്സിക് കെമിക്കൽസ്, അപ്പോൾ ഇതുപോലെയുള്ള ടോക്സിക് കെമിക്കൽസിന് എന്ത് ചെയ്യാൻ, ക്യാൻ ഈസിലി, വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അപ്സെറ്റ് ആക്കാൻ കഴിയും. ദ ഡെലിക്കേറ്റ് കെമിക്കൽ ബാലൻസ് ഓഫ് ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിനിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അതിൽ നടക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനമാണ് അല്ലേ. അപ്പോൾ ആ ഒരു കെമിക്കൽ പ്രോസസ്സിനെ വളരെ വേഗം അപ്സെറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും, നമ്മൾ പുറത്തുനിന്ന് കൊടുക്കുന്ന ഈ ടോക്സിക് കെമിക്കൽസിന് കഴിയും. ഇൻട്രിക്കേറ്റ് സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ, അത് ബ്രെയിനിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ തന്നെ എന്ത് ചെയ്യും, ബാധിക്കുകയാണ് ചെയ്യുന്നത്. ദേ മേ ആൾസോ ഡാമേജ് സെൽ ടിഷ്യൂസ്, അത് ഈ സെല്ലിൻ്റെ ടിഷ്യൂകളെ വരെ എന്ത് ചെയ്യാൻ, ഡാമേജ് ആവാൻ ഉള്ള കാരണമാകുന്നു. ടോക്സിക് എഫക്ട്സ് മേ ബി ട്രാൻസിറ്ററി ഓർ പെർമനൻറ്റ്. ഇനി ടോക്സിക് എഫക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ കൊടുക്കുന്ന ഈ ടോക്സിക് കെമിക്കലിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ എന്തായിരിക്കാം, ട്രാൻസിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി, താൽക്കാലികമാകാം, ഓർ പെർമനൻറ്റ്, അല്ലെങ്കിൽ പെർമനൻ്റ് ആകാം. അതെങ്ങനെ, എന്തിനെ അനുസരിച്ചാണ്, ഡിപ്പെൻഡിങ് ഓൺ ദ സെൽ ഡാമേജ്. അപ്പോൾ ആ സെല്ലിൻ്റെ ഡാമേജ് എത്രമാത്രം ഉണ്ട് അതിനനുസരിച്ച്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നുകിൽ എന്താവാം, ടെമ്പററി ആവാം, അല്ലെങ്കിൽ പെർമനൻ്റ് ആവാം. ഒരുപക്ഷെ ആ എഫക്റ്റ് പെർമനൻ്റായിട്ട്, സ്ഥിരമായിട്ട് നമ്മുടെ സെല്ലിൻ്റെ കോശങ്ങളെ ബാധിക്കാം, അല്ലെങ്കിൽ സെല്ല് എന്താ പറയുക, ചെറിയ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യാം, അതിനെ ഡാമേജ് ബാധിക്കാൻ, ടോക്സിക് എഫക്റ്റ് സംഭവിക്കാം. അങ്ങനെയാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത്
ഞാൻ വീണ്ടും പാരഗ്രാഫ് വായിക്കുന്നില്ല, കാരണം ഓരോ പാരഗ്രാഫ് 2 തവണ വായിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് MB നഷ്ടപ്പെടുകയാണ്. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണ് വീണ്ടും പാരഗ്രാഫ് ഞാൻ വായിക്കാത്തത്. നിങ്ങൾ ഒരു തവണ വായിച്ചാൽ പോരാ, ഒരുപാട് തവണ എന്ത് ചെയ്യണം, വായിക്കണം, സംശയങ്ങളുള്ളത് ചോദിക്കുക. Then next paragraph, last paragraph. This article focuses on the effect of drugs on the brain. ഇനി ഈ ഒരു ആർട്ടിക്കിളിൽ, ഈ ഒരു എസ്സേയിൽ ഇത് ഫോക്കസ് ചെയ്തിട്ടുള്ളത്, അതായത് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണത്, എഫക്ട്സ് ഓഫ് ഡ്രഗ് ഓൺ ദ ബ്രെയിൻ. ബ്രെയിനിൽ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിൽ ഉണ്ടാകുന്ന എഫക്ട്സിനെ കുറിച്ച് മാത്രമാണ് ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ദിസ് ഈസ് നോട്ട് ടു മിനിമൈസ് ദെയർ എഫക്ട്സ് ഓൺ അതർ പാർട്ട് ഓഫ് ദി ബോഡി. അപ്പോൾ ഇത് ബ്രെയിനിനെ ബാധിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം മാത്രമാണ്. ഈ ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ ബ്രെയിനിൽ എന്ത് സംഭവിക്കും, ബ്രെയിനിനെ ബാധിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു പാർട്ട് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ അതർ പാർട്ട്, ശരീരത്തിൻ്റെ മറ്റ് ഓരോ ഭാഗങ്ങളിലും ഇതെന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കുറച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. For this can sometimes be more debilitating. Next, damage to the brain, however, is the most subtle, most often unrecognized and last അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അപ്പോൾ ഞാനിവിടെ ബ്രെയിനിൻ്റെ ഡാമേജിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരും ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാറില്ല, ചിന്തിക്കാറില്ല. ബ്രെയിനിൽ എന്താണ് സംഭവിക്കുന്നത്, ബ്രെയിനിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. അത് അൺറെക്കഗ്നൈസ്ഡ് ആണ്, എപ്പോഴും തിരിച്ചറിയപ്പെടാതെ കിടക്കാറാണ്. കാരണം എന്താണ് പറയുക, മെൻ്റലി ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുക എന്നല്ലാതെ ബ്രെയിനിൽ ഇങ്ങനെയൊക്കെയാണ്, ബ്രെയിനിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളത് കാര്യം ആരും വിശദീകരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിത് ബ്രെയിനിൽ ബാധിക്കുന്ന എഫക്ട്സിനെ കുറിച്ച് ഫോക്കസ് ചെയ്തിട്ടൊരു എസ്സേ തയ്യാറാക്കാൻ കാരണം എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ പറയുന്നത്. മോസ്റ്റ് ഓഫൺ അൺറെക്കഗ്നൈസ്ഡ് ആൻഡ് അറ്റ് ലീസ്റ്റ് അണ്ടർസ്റ്റുഡ് കോൺസിക്വൻസ് ഓഫ് ഡ്രഗ് അബ്യൂസ്. അതുപോലെ തന്നെ ഡ്രഗ് അബ്യൂസിൻ്റെ കോൺസിക്വൻസിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക്ക് എസ്സേ എഴുതാനായിട്ട് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ എഴുത്തുകാരൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ എസ്സേ അവസാനിപ്പിക്കുന്നു. അപ്പോൾ 14 ക്വസ്റ്റ്യനാണ് ഇതിലുള്ളത്. അതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസേഴ്സ് എഴുതുക. ദെൻ ഹാർഡിൻ ബി എൽ ജോൺ was born in Los Angeles, California. He was a professor of medical physics and psychology and assistant director of Donor Laboratory, University of California, Berkeley. Dangers of drug abuse is a timely warning to the modern society. നമ്മുടെ മോഡേൺ സൊസൈറ്റിക്കുള്ള ഒരു വാർണിംഗ് ആയിട്ടാണ് ഡേഞ്ചേഴ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു എസ്സേയുടെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. നമ്മുടെ മോഡേൺ സൊസൈറ്റിയിൽ ഇന്ന് ഡ്രഗ്സിൻ്റെ ഉപയോഗം കൂടിക്കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഓക്കെ ദെൻ നെക്സ്റ്റ്, തിങ്ക് ആൻഡ് റൈറ്റ്. ഹൗ ഡസ് ദ ബിലീഫ് ഇൻ ഡ്രഗ്സ് ലീഡ് ടു ഡ്രഗ് അബ്യൂസ്? എങ്ങനെയാണ് ഹൗ ഡസ് ദ ബിലീഫ് ഇൻ ഡ്രഗ്സ് ലീഡ് ടു ഡ്രഗ് അബ്യൂസ്? നമ്മൾ ഡ്രഗിൽ ബിലീവ് ചെയ്യുന്നത് ഡ്രഗ് അബ്യൂസിലേക്ക് നയിക്കുന്നത് എങ്ങനെയാണെന്ന്. അതായത് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓൾറെഡി നമ്മളെന്ത് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഡോക്ടറെ കണ്ട് ഒരു മരുന്ന് കഴിച്ചാൽ അല്ലെങ്കിൽ ഗുളിക കഴിച്ചാൽ അത് മാറുള്ളൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുള്ള നമ്മളൊരു വിശ്വാസമാണ്, ഒരു ബിലീഫാണ് അല്ലേ. അതാണ് എന്തിലേക്ക് നയിക്കുന്നത്, ലീഡ് ടു ഡ്രഗ് അബ്യൂസിലേക്ക് നയിക്കുന്നത് എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തലവേദന വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരസെറ്റാമോൾ കഴിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തിന് അഡിക്റ്റായി? തലവേദന വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, പാരസെറ്റാമോൾ കഴിക്കണം, എന്നാലേ അത് മാറുള്ളൂ എന്നുള്ളതിന് അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മളതിന് അഡിക്റ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതുപോലെയാണ് അത് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടാബ്ലറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഡ്രഗാണ്. ഒരു തരത്തിൽ എന്ത് തന്നെയാണ്, ഡ്രഗ്സാണ്. ഈ ഡ്രഗ്സ് എന്തിലേക്ക് മാറുന്നു,
ഡ്രഗ് അബ്യൂസിലേക്ക് മാറുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ, എങ്ങനെയാണ് ബിലീഫ് ഇൻ ഡ്രഗ്സിൽ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഡ്രഗ് അബ്യൂസിലേക്ക് മാറുന്നത് എന്ന്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് പുട്ട് ഫോർത്ത് ബൈ ഹിപ്പോക്രാറ്റ്സ് ഇൻ റിലേഷൻ ടു ദ യൂസ് ഓഫ് ഡ്രഗ്സ്. ഇനി ഹിപ്പോക്രാറ്റ്സ് മുന്നോട്ട് വെക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ് ഇൻ റിലേഷൻ ടു ദ യൂസ് ഓഫ് ഡ്രഗ്സിൻ്റെ റിലേഷനെ, യൂസ് ഓഫ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതിൻ്റെ റിലേഷന് ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ് ഹിപ്പോക്രാറ്റ്സ് മുന്നോട്ട് വെക്കുന്നത്, ആ പാരഗ്രാഫിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, ഹൗ ഡസ് ദ സെൻസറി ഡിപ്രിവിയേഷൻ ഓഫ് ദ അഡിക്റ്റ് എക്സ്പ്രസ് ഇറ്റ് സെൽഫ്. എങ്ങനെയാണ് ദ സെൻസറി ഡിപ്രിവിയേഷൻ ഓഫ് ദ അഡിക്റ്റ് എക്സ്പ്രസ് ഇറ്റ് സെൽഫ്. എങ്ങനെയാണ് ഈ അഡിക്റ്റ് ആയിട്ടുള്ള ആൾ അവരെ സ്വയം എക്സ്പ്രസ് ചെയ്യുന്നത്, അവരുടെ സെൻസറി ഡിപ്രിവിയേഷൻ എങ്ങനെയൊക്കെയാണ് അവരെ എക്സ്പ്രസ് ചെയ്യുന്നത്. ഹൗ ഡസ് ദ അഡിക്റ്റ് ലുക്ക് അപ്പോൺ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ്. എങ്ങനെയാണ് പുറത്തേക്കുള്ള വസ്തുക്കളെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തെ സൺ എന്ത് ചെയ്യുന്നു, സൺ ഈസ് ഷൈനിങ് ഇൻ ദ സ്കൈ ആൻഡ് ദ ഫ്ലവേഴ്സ് ആർ ബ്ലൂമിങ്. ഇതൊക്കെ കാണുന്നുണ്ട്, ബട്ട് എന്താണ് ആ ഒരു എഫക്റ്റ് അവരുടെ മൈൻഡിലേക്ക് വരുന്നില്ല. ഓക്കെ, അതാണ് അവിടെ വരുന്ന ആൻസർ. ദെൻ ഡു യു തിങ്ക് അഡിക്ഷൻ ടു ഡ്രഗ് വിൽ റിസൾട്ട് ഇൻ ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഹൗ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ അഡിക്ഷൻ ടു ഡ്രഗിനോടുള്ള അഡിക്ഷൻ വിൽ റിസൾട്ട് ഇൻ ഇൻഡിറ്റി ക്രൈസിസ്, അതൊരു ക്രൈസിസിന്, ഐഡൻറ്റിറ്റി ക്രൈസിസിന് ആയിരിക്കും അതിൻ്റെ ഫലം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ, എങ്ങനെ. നെക്സ്റ്റ് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. ആക്ടിവിറ്റി 1, ഡിസ്ക്രൈബ് ദ മെൻ്റൽ ആസ് വെൽ ആസ് ഫിസിക്കൽ ഇമ്പാക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ്. മെൻ്റലും ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഇമ്പാക്റ്റ്, ഡ്രഗ് അബ്യൂസിൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഇമ്പാക്റ്റിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ. ദെൻ ഡു യു തിങ്ക് ദാറ്റ് ദ അഡിക്ഷൻ ടു ഡ്രഗ്സ് വിൽ ഡിസ്ട്രോയ് നോട്ട് ഓൺലി ദ അഡിക്റ്റഡ് ബട്ട് എൻറ്റയർ ദ ഹ്യൂമാനിറ്റി. യെസ്, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഡ്രഗിനോടുള്ള ഈ ഒരു അഡിക്ഷൻ വിൽ ഡിസ്ട്രോയ്, നശിപ്പിക്കുന്നത് നോട്ട് ഓൺലി ദ അഡിക്റ്റ് ആയിട്ടുള്ള ആളെ മാത്രമല്ല ആ ഹ്യൂമാനിറ്റിയെ മുഴുവൻ നശിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ് അല്ലേ? ആ ഒരു വ്യക്തിയെ മാത്രമല്ല അത് ബാധിക്കുക, ആ ഫാമിലിയെ ബാധിക്കും. ഫാമിലിയെ ബാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സൊസൈറ്റിയെ ബാധിക്കും. അങ്ങനെ ഹ്യൂമാനിറ്റിയെ മുഴുവൻ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത്. ജസ്റ്റിഫൈ യുവർ ആൻസർ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ദ മോഡേൺ കോണ്ടെക്സ്റ്റ്. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നിങ്ങളോട് പാരഗ്രാഫ് റൈറ്റിംഗ് ആണ്. 2 പാരഗ്രാഫാണ്. ഫസ്റ്റ്, മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഇമ്പാക്റ്റ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സെക്കൻഡ് വൺ, ഡു യു തിങ്ക് ദാറ്റ് അഡിക്ഷൻ ടു ഡ്രഗ് വിൽ ഡിസ്ട്രോയ് നോട്ട് ഓൺലി ദ അഡിക്റ്റഡ് ആൻഡ് ദ എൻറ്റയർ ഫാമിലി. അതിനെ ജസ്റ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ഡിസ്കഷനാണ്. ഗ്രൂപ്പ് ഡിസ്കഷൻ നിങ്ങൾ ചെയ്യേണ്ടത് ഡൂവും ഡസും എഴുതുക. അതായത് ചെയ്യാൻ പാടുള്ള കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും. ഒരു ഡിസ്കഷൻ നടക്കുമ്പോൾ അതിൽ ഡസ് ഉണ്ടാവും, ഡു നോട്ട്സ് ഉണ്ടാവും. ഓക്കെ, ദ ഹെൽത്ത് ക്ലബ് ഇൻ യുവർ സ്കൂൾ ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് സബ്സ്റ്റൻസസ് അബ്യൂസ് ലെഡ് ടു സോഷ്യൽ പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ ആണ് ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സബ്സ്റ്റൻസ് അബ്യൂസ് ലെഡ് ടു സോഷ്യൽ പ്രോബ്ലംസ്. അപ്പോൾ ഇതുപോലെയുള്ള ഡ്രഗ് അബ്യൂസുകൾ എന്തിലേക്ക് നയിക്കുന്നു, നമ്മളെ സോഷ്യൽ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്നു എന്നതിനെക്കുറിച്ചൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുകയാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഡോസും അതുപോലെ ഡോൺസും, ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും. ദെൻ ഇനീഷ്യേറ്റ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ, എക്സ്പ്രസ് യുവർ വ്യൂസ് ക്ലിയർലി ആൻഡ് ഇനി ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ട കാര്യങ്ങളാണ് അതിലുണ്ടായിരിക്കേണ്ടത്. ഇനീഷ്യേറ്റ് ദ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഒരാൾ എന്ത് ചെയ്യണം, ഗ്രൂപ്പ് ഡിസ്കഷൻ ഇനീഷ്യേറ്റ് ചെയ്യണം. ദെൻ എക്സ്പ്രസ് യുവർ വ്യൂസ് ക്ലിയർലി ആൻഡ് സെൻസിബിളി, നിങ്ങളുടെ വ്യൂസ്, കാഴ്ചപ്പാടുകൾ വളരെ വ്യക്തമായിട്ട് ക്ലിയറായിട്ട് സെൻസിബിളായിട്ട് എന്ത് ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. മേക്ക് യു ഷുവർ ടു കീപ് ദ ഡിസ്കഷൻ ഓൺ ട്രാക്ക്. അതായത് നമ്മളെ സബ്ജക്റ്റിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ദെൻ മെയിൻറ്റെയിൻ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ അടിപിടി ഉണ്ടാവും അല്ലേ. അപ്പോൾ എപ്പോഴും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ മുന്നോട്ട് പോകാൻ. ദെൻ ഐ കോണ്ടാക്റ്റ് വൈൽ സ്പീക്കിംഗ്, സംസാരിക്കുന്ന സമയത്ത് മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കണം ഡിസ്കഷൻ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താനുള്ളൊരു സാഹചര്യമല്ലേ, നമ്മളെല്ലാവരും നമ്മുടേതായിട്ടുള്ള വീടുകളിലാണ്. സോ ഇപ്പോൾ നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പോയിൻറ്റ്സ് എഴുതി തയ്യാറാക്കുക. ദെൻ ലിസൺ ബിഫോർ യു റിയാക്ട്. ഇനി നിങ്ങളൊരു നമ്മുടെ ഫ്രണ്ട് പറയുന്നതിന് മറുപടി പറയുന്നതിന് മുമ്പ് അയാൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ദെൻ അപ്രീഷിയേറ്റ് ദ വ്യൂ പോയിൻറ്റ്സ് ഓഫ് അതേഴ്സ്.
അതുപോലെ മറ്റുള്ളവരുടെ വ്യൂ പോയിൻറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും അഭിസംബോധന ചെയ്യണം. ദെൻ ഡോണ്ട് ട്രൈ ടു ഡോമിനേറ്റ് ദ ഡിസ്കഷൻ. ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഡിസ്കഷനിൽ ഞാൻ മുന്നിട്ട് നിൽക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടല്ലോ, അത് പാടില്ല. ദെൻ അവോയ്ഡ് പേഴ്സണൽ കമൻസ്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ട് നടത്തുന്ന പരിപാടിയാണ്. അപ്പോൾ അതിൽ ഒരാളെ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല, ഒരാൾക്ക് മാത്രം കമൻറ്റ് കൊടുക്കാൻ പാടില്ല. അവോയ്ഡ് പേഴ്സണൽ കമൻറ്റ്സ്. ദെൻ അവോയ്ഡ് പോയിൻറ്റിങ് ഫിംഗേഴ്സ് അറ്റ് അതേഴ്സ്. അതുപോലെ മറ്റുള്ളവരെ നമ്മൾ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പോകാനുള്ളത് ഡിഗ്രിക്കാണ്. ഡിഗ്രിക്കൊക്കെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 2-3 ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഒരു പക്ഷേ നിങ്ങൾ നടത്തേണ്ടി വരും. അപ്പോൾ ഈ പോയിന്റുകളൊന്നും അതിൻ്റെ നിയമങ്ങളും നിയമാവലികളൊന്നും അവിടെ പഠിപ്പിച്ച് തരില്ല. ഇപ്പോൾ നമ്മൾ +2 കഴിഞ്ഞ് പോയ കുട്ടികൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ചോദിച്ചിട്ട്, ടീച്ചർ അതെങ്ങനെയാണ്, ഇതിങ്ങനെ അന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. കാരണം എല്ലാതും ഇവിടെ തന്നെ നിങ്ങൾ പഠിച്ച് പോകണം. ഓക്കെ. ദെൻ ഡു നോട്ട് ബി ഓവർ അസർട്ടീവ് ആൻഡ് ഡിസ്റെസ്പെക്റ്റ്ഫുൾ. അത് അപമര്യാദയായിട്ടുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഡോണ്ട് ഷൗട്ട് ഓർ സ്ക്രീം. ഒരിക്കലും ഒച്ച വെക്കാനോ അലറാനോ പാടില്ല. ഡോണ്ട് ഇൻ്ററപ്റ്റ് പീപ്പിൾ വെൻ ദേ ആർ സ്പീക്കിംഗ്. അതുപോലെ ഒരാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ എന്ത് ചെയ്യാൻ പാടില്ല, ഡോണ്ട് ഇൻറ്ററപ്റ്റ്. അയാളുടെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. അയാൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം കൊടുക്കണം. ഓക്കെ. ദെൻ ആക്ടിവിറ്റി 3 കൂടെ പറയാം. Letter of enquiry. While at school, you may sometimes have to write letters to different agencies, organizations, office, etc. അപ്പോൾ ഇനി എന്താണ് ലെറ്റർ ഓഫ് എൻക്വയറി? അന്വേഷണാർത്ഥമായിട്ടുള്ള കത്തുകളാണ്. അപ്പോൾ നമുക്ക് പല സമയങ്ങളിലും ലെറ്റേഴ്സ് എഴുതേണ്ട ആവശ്യം വരും. ഡിഫറെൻറ്റ് ഏജൻസീസ്, ഓർഗനൈസേഷൻ, അങ്ങനെയുള്ള എവിടേക്കെങ്കിലും നമുക്ക് എന്തിനെ കുറിച്ചിട്ട് എൻക്വയറിങ് അബൌട്ട് ദെയർ സർവീസസ് ഓർ സീക്കിംഗ് പെർമിഷൻ ടു യൂസ് ദെയർ സർവീസസ്. അപ്പോൾ അവരുടെ സർവീസസിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നമുക്ക് പലപ്പോഴും ലെറ്റർ എഴുതേണ്ടി വരും. ഇപ്പം നമുക്ക് സ്കൂളുകളില്ലാത്തത് കൊണ്ടും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടും ഇപ്പോൾ നമുക്കത് ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ സ്റ്റഡി ദ ഫോളോവിങ് ലെറ്റർ ഓഫ് എൻക്വയറി മെയ്ഡ് ബൈ ദ സെക്രട്ടറി ഓഫ് ദ സൗഹൃദ ക്ലബ് ഓഫ് സ്കൂൾ അറ്റ് ദ സെൻട്രൽ ലൈബ്രറി. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് സൗഹൃദ ക്ലബിൻ്റെ സൗഹൃദ ക്ലബിലെ ഒരു സെക്രട്ടറി എഴുതിയിട്ടുള്ള ഒരു ലെറ്ററാണ് എഴുതിയിട്ടുള്ളത്. ടു ദ സെൻട്രൽ ലൈബ്രറി മുംബൈയിലെ ഒരു സെൻട്രൽ ലൈബ്രറിയിലേക്ക് അയച്ചിട്ടുള്ള ഒരു കത്താണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കത്തിൻ്റെ ഫോർമാറ്റ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്കൂളിൻ്റെ പേര് കണ്ടോ, ഫ്ലോർസ് പബ്ലിക് സ്കൂൾ 420 ചന്ദ്രബോസ് നഗർ, ചെന്നൈ. സ്കൂളിൻ്റെ അഡ്രസ്സാണ്. ദെൻ ആ സ്കൂളിൻ്റെ ടെലിഫോൺ നമ്പർ, ഇമെയിൽ. നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് ടു. ആർക്കാണ് ലെറ്റർ എഴുതുന്നത്? ടു അഡ്രസ്സാണ്. അപ്പോൾ ഫ്രം അഡ്രസ്സ്, ടു അഡ്രസ്സ്. അപ്പോൾ ഈ ഫ്രം അഡ്രസ്സ് നിങ്ങൾക്ക് ഇതുപോലെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പോലെ തന്നെ ഇതിനെ നേരെ ആയിട്ട് എഴുതാം, ഇങ്ങനെയും എഴുതാം. ഓക്കെ. ദെൻ നെക്സ്റ്റ് ടു ദ ലൈബ്രറിയൻ, സെൻട്രൽ ലൈബ്രറി, മുംബൈ. ദെൻ ഡേറ്റ് 24 ഫെബ്രുവരി 2015. ഇനി സല്യൂട്ടേഷൻ, ഡിയർ സർ ഓർ മാഡം, സബ്ജക്റ്റ് എഴുതണം. ഒഫീഷ്യൽ ലെറ്ററാണ്, സോ സബ്ജക്റ്റ് നിർബന്ധമാണ്. അപ്പോൾ ഫസ്റ്റ് ഡിയർ സാർ അല്ലെങ്കിൽ മാഡം. നെക്സ്റ്റ് സബ്ജക്റ്റ് എന്താണ്? എൻക്വയറിങ് റിഗാർഡിംഗ് ലൈബ്രറി സർവീസസ്. ലൈബ്രറി സർവീസസിനെ കുറിച്ചുള്ള അന്വേഷണമാണ്. ദെൻ ദ സ്റ്റുഡൻസ് ഓഫ് ദ ക്ലാസ് +2 ഓഫ് അവർ സ്കൂൾ ആർ വർക്കിംഗ് ഓൺ എ സബ്ജക്റ്റ് ഓൺ ദ ഇൻക്രീസിങ് ടെൻഡൻസി ഓഫ് ഡ്രഗ് അബ്യൂസ് എമംഗ് ദ യങ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. ഇൻ ദിസ് റിഗാർഡ്, അതിൻ്റെ ഫലമായിട്ട് വി പ്ലാൻ ടു വിസിറ്റ് മുംബൈ ഡ്യൂറിംഗ് ദ 3rd week of June to collect information about the tendency of substances abuse, dangers caused by it and the practical solution of safeguard or generation. അപ്പോൾ ഇങ്ങനെ ഈ എന്താണ് ഡ്രഗ് അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളൊരു ഇതിൻ്റെ ഇൻക്രീസിങ് ടെൻഡൻസി, അളവ് കൂടി വരികയാണ് അല്ലേ, ഇതിന് കാരണം എന്താണ് എന്നതിനെക്കുറിച്ചൊരു പ്രൊജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് താങ്കളുടെ അല്ലെങ്കിൽ മുംബൈയിലെ ഈ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. Okay, collect information about the tendency of substances abuses, dangers caused by it and practical solution to safeguard our generation. Then next, I have come to know that your library has lot of rich collection of survey reports and a wealth of
വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ദ ടോപ്പിക് മെൻഷൻ എബോവ്. അപ്പോൾ മുകളിൽ കൊടുത്തിട്ടുള്ള ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങളുടെ ലൈബ്രറിയിലുണ്ട് എന്ന് ഞങ്ങൾ അറിയാൻ ഇടയായി. എ വിസിറ്റ് ടു യുവർ ലൈബ്രറി ഐ ആം സെർട്ടൈൻ ഓൾ will immensely benefits us. I would like to know if a group of 15 students and 2 teachers from our school would visit your library and make use of the resource there. അപ്പോൾ ഞാൻ അടങ്ങുന്ന ഒരു 15 കുട്ടികളുടെ ഗ്രൂപ്പും 2 ടീച്ചേഴ്സ് അടങ്ങുന്ന ഞങ്ങളുടെ ഒരു ടീം സ്കൂള് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. then I would greatly appreciate if you could let us know the following details. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് താഴെ പറയുന്ന എൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരണം. വിസിറ്റിംഗ് അവേഴ്സ് ഓഫ് ദ ലൈബ്രറി വിസിറ്റ് ചെയ്യാനുള്ള സമയം, ആ മണിക്കൂറുകൾ എത്രയാണ്. ദെൻ പ്രൊസീജിയർ ടു ഒബ്റ്റെയിൻ പെർമിഷൻ ടു വിസിറ്റ് ദ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. പിന്നെ എൻട്രൻസ് ഫീ ഇഫ് എനി ടു ബി പെയ്ഡ്. ഇനി അതിലേക്ക് ലൈബ്രറിയിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ എൻട്രൻസ് ഫീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് വേണം. കുഡ് വി ഹാവ് ദ ഡീറ്റെയിൽസ് അറ്റ് ദ ഏർലിയസ്റ്റ്. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നൽകാൻ കഴിയുമോ. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ദീപക് രാജ്, സെക്രട്ടറി സൗഹൃദ ക്ലബ്. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ വായിച്ചിട്ടുള്ള ഒരു ലെറ്റർ. ഒരു ലെറ്ററിൻ്റെ ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒഫീഷ്യൽ ലെറ്ററാണ്, അതെങ്ങനെ എഴുതണം എന്നുള്ളതും കൂടെ ഇതിലൂടെ നിങ്ങൾ പഠിക്കുക. നൗ ദാറ്റ് യു ഹാവ് റീഡ് ദ സാമ്പിൾ ലെറ്റർ, റൈറ്റ് എ ലെറ്റർ ടു ഫ്ലോറസ്റ്റ് പബ്ലിക് സ്കൂൾ ചെന്നൈ എൻക്വയറിംഗ് അബൌട്ട് ദ പ്രോജക്റ്റ് ദേ ആർ വർക്കിംഗ് ഓൺ ദ സീക്കിംഗ് പെർമിഷൻ ടു വിസിറ്റ് ദെയർ സ്കൂൾ. അപ്പോൾ ഇനി നിങ്ങളോട് പറയുന്നത് എന്താണ്, ഒരു ലെറ്റർ എഴുതാനാണ്. ഇവിടേക്ക് ഫ്ലോറസ്റ്റ് പബ്ലിക് സ്കൂളിലേക്ക് എൻക്വയറിംഗ് അബൌട്ട് ദ പ്രൊജക്റ്റ്, അവരുടെ പ്രൊജക്റ്റിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട്. ആർ വർക്കിംഗ് ഓൺ സീക്കിംഗ് പെർമിഷൻ ടു വിസിറ്റ് ദെയർ സ്കൂൾ. അത് ആ പ്രൊജക്റ്റിൻ്റെ വർക്കിങ്ങിനെ കുറിച്ചും അതുപോലെ സ്കൂൾ വിസിറ്റ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ അന്വേഷിച്ചുകൊണ്ട് നിങ്ങളൊരു ലെറ്റർ തയ്യാറാക്കുക. അപ്പോൾ ഇതോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ലാസ്റ്റ് ഒരു ആക്ടിവിറ്റി 4 ആൻഡ് അതുപോലെ 5, 6, 7, 8 ബാക്കി ആക്ടിവിറ്റി അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.